വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 6/7/2024 മുതൽ 12/7/2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 25 ടോപ്പിക്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ന്യൂസ് നോക്കാം. എന്താണ് നെറ്റ് സീറോ ടാർഗറ്റ്? എന്താണ് നെറ്റ് സീറോ ടാർഗറ്റ് ഒരു ന്യൂസായി വരാനുള്ള കാരണം? എന്താണ് ന്യൂസ് പറയുന്നത്? റീസെൻ്റ്ലി Niti Aayog has formed dedicated multi-sectoral committees to prepare a policy design and create a roadmap for achieving its goal of becoming a net zero economy by 2070. ഇതൊരു ന്യൂസായി വരാനുള്ള റീസൺ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നെറ്റ് സീറോ ടാർഗറ്റ് എന്ന് വിളിക്കുന്നത്. Net zero refers to achieving an overall balance between carbon emissions produced and carbon taken out of the atmosphere. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക നെറ്റ് സീറോ ടാർഗറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And it's referred as to carbon neutrality, which does not mean that country would bring down its emissions to zero. Further, absorption of the emissions can be increased by creating more carbon sinks such as forest എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. The removal of gases from the atmosphere requires futuristic technologies such as carbon capture and storage ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഏകദേശം 70ഓളം രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരിക്കുന്നത് 2050 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക നെറ്റ് സീറോ എന്ത് ചെയ്യാം അച്ചീവ് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ എന്താണ് പ്രത്യേകതകൾ. ഏകദേശം 70ഓളം രാജ്യങ്ങളാണ് നിലവിൽ ഏതിനെ അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഇത്തരമൊരു ആശയത്തെ എന്താണ് അംഗീകരിച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഈ പ്രത്യേകതയാണ്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് അതായത് ഈ നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ പ്രധാനമായിട്ടും 5 ലക്ഷ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷ്യങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 5 ലക്ഷ്യങ്ങളാണ് ആര് മുന്നോട്ട് വെച്ചിട്ടുള്ളതായി കാണാൻ പറ്റുക ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് പഞ്ചാമൃത എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഏതൊക്കെയാണ് 5 ലക്ഷ്യങ്ങളൊന്ന് റെഡ്യൂസ്ഡ് 500 ഗിഗാവാട്ട് നോൺ ഫോസിൽ എനർജി കപ്പാസിറ്റി ബൈ 2030. അതുപോലെ തന്നെ 50% ഓഫ് ഇറ്റ്സ് എനർജി റിക്വയർമെൻറ്റ്സ് ഫ്രം ദ റിന്യൂവബിൾ എനർജി ബൈ 2030 ആൻഡ് റിഡക്ഷൻ ഓഫ് ടോട്ടൽ പ്രൊജക്റ്റഡ് കാർബൺ എമിഷൻസ് ബൈ 1 ബില്യൺ ടൺസ് ഫ്രം ദി നൗ ടു 2013. അതുപോലെ തന്നെ എന്താണ് reduction of the carbon intensity of the economy by 45% by 2013 over 2005 levels. അതുപോലെ എന്താണ് അച്ചീവിങ് ദ ടാർഗറ്റ് ഓഫ് നെറ്റ് സീറോ എമിഷൻസ് ബൈ 2030. ഈ 5 ഗോൾസാണ് ആര് മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് NHRC അഥവാ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ഇത് NHRC. എന്താണ് NHRC ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC issued a notice to the Odisha government requiring an explanation as to why the commission should not recommended a payment of monetary compensation to the next of kind of a person who allegedly died in the police custody. ഇതാണ് എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണ് ന്യൂസിൽ വരുന്നതിനുള്ള എന്താണ് റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം NHRCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് ഇതറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വാച്ച് ഡോഗ് എന്നുള്ളത്. അതുപോലെ തന്നെ 1993 എന്താണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് PHRA 93 ഇതിൻ്റെ ഭാഗമായി ഇന്ത്യ പാസ്സാക്കുന്നത്. ഇനി ഹ്യൂമൻ റൈറ്റ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഡിസംബറിനാണ് എന്ത് ചെയ്യുന്നത് ആഘോഷിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലയിൻറ്റ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, അതുപോലെ തന്നെ സ്യൂമോട്ടോ കൊഗ്നൻസ് ഓഫ് കേസസ് അതായത് സ്വയമായി കേസെടുക്കാം, റിവ്യൂസ് ആൻഡ് റെക്കമെൻഡഡ് ഹ്യൂമൻ റൈറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ സ്പ്രെഡിങ് ഹ്യൂമൻ റൈറ്റ്സ് അവെയർനെസ്, കണ്ടക്ട് സ്റ്റഡീസ്, പബ്ലിഷ് റിപ്പോർട്ട്സ് ഓഫ് ഹ്യൂമൻ ഇഷ്യൂസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ അധികാരങ്ങൾ എന്താണ് പറയുന്നത് സമ്മൺ ഇൻഡിവിജ്വൽസ് എക്സാമിൻ വിറ്റ്നസ് ആൻഡ് റിസീവിങ് എവിഡൻസസ്, അതുപോലെ തന്നെ എന്താണ്
ഇൻസ്പെക്ട് പ്രൊവിഷൻസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു എൻഷുർ കണ്ടീഷൻ ആർ ഹ്യൂമൻസ് ആൻഡ് ഇൻ്റർവെൻസ് ഇൻ കോർട്ട് പ്രൊസീഡിങ്സ് റിലേറ്റിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇതിലുള്ളത് 5 ഫുൾ ടൈം മെമ്പേഴ്സും 7 ഡീംഡ് മെമ്പേഴ്സുമാണ്. ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് വിളിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും, സുപ്രീം കോർട്ടിൽ റിട്ടയർഡ് ആയതായിരിക്കും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് സെക്രട്ടറി ജനറൽ ആയിരിക്കും. അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ആരുടെ നിർദ്ദേശപ്രകാരം, ഇവരുടെ നിർദ്ദേശപ്രകാരം പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും, സ്പീക്കർ ഓഫ് ലോക്സഭ ഉണ്ടാവും, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഉണ്ടാവും, യൂണിയൻ ഹോം മിനിസ്റ്റർ ഉണ്ടാവും, ലീഡേഴ്സ് ഓഫ് ഓപ്പോസിഷൻ ഇൻ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നിലവിൽ 1999 മുതൽ നമുക്ക് എ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2006, 2011, 2017 കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2023, 24 എന്ത് ചെയ്തു? എ സ്റ്റാറ്റസ് സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. ഇനി റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രസിഡൻറ്റിന് റിമൂവ് ചെയ്യാൻ പറ്റും. മിസ്ബിഹേവിയറിൻ്റെ പേരിലോ ഇൻകപ്പാസിറ്റിയുടെ പേരിലോ എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസാണ് ഇത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ SCO സബ്മിറ്റ് വാസ് concluded in Astana, Kazakhstan and brought together leaders from across the region. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഇനി എന്താണ് പറയുന്നത്? ഇന്ത്യ പ്ലേഡ് എ പ്രൊമിനൻറ്റ് റോൾ വിത്ത് ദ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡെലിവറിംഗ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് മെസ്സേജ് ദാറ്റ് ഹൈലൈറ്റഡ് കോമ്പാറ്റിംഗ് ടെററിസം ആൻഡ് അഡ്രസ്സിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് കീ പ്രയോറിറ്റീസ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാനുള്ളത് നമുക്ക് ആരെക്കുറിച്ചാണ്? ഷാങ്ഹായ് കോർപ്പറേഷനെ കുറിച്ചാണ്. ഓക്കെ, നിലവിലെ ഷാങ്ഹായ് കോർപ്പറേഷനിൽ ആരൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്നെന്താണ്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, അതുപോലെ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, റിപ്പബ്ലിക് ഓഫ് താജിക്കിസ്ഥാൻ, റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ റിപ്പബ്ലിക്, അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് കസാക്കിസ്ഥാൻ, റഷ്യൻ ഫെഡറേഷൻ. ഇവരാണ് ഏതിലുള്ളതായി കാണാൻ പറ്റുക? ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ബലേറസ് 10ാമത്തെ മെമ്പറായിട്ട് 2024 എന്ത് ചെയ്തിട്ടുണ്ട്? തിരഞ്ഞെടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത്. ജെയിൻ എഡിറ്റിംഗ്. എന്താണ് ജെയിൻ എഡിറ്റിംഗ്? റീസെൻ്റ്ലി എ റിപ്പോർട്ട് പബ്ലിഷ്ഡ് ഇൻ ദ ജേർണൽ നാച്ചർ റിവീലേറ്റഡ് ദാറ്റ് എ ടീം ഓഫ് ദി ആർക്കിയോളജിസ്റ്റ് ആൻഡ് സയൻറ്റിസ്റ്റ് ഫ്രം ജർമ്മനി, മെക്സിക്കോ, സ്പെയിൻ, UK and the US has sequenced genetic material obtained from the human remains found from an ancient burial place. ഓക്കെ, ഇതാണ് ഇത് ന്യൂസായി വരാനുള്ള എന്താണ് കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ജെയിൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജെയിൻ എഡിറ്റിംഗ് എന്ത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? ജിനോം എഡിറ്റിംഗ് എന്നുള്ള പേരിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഇതെന്താണ്? ടെക്നോളജിയാണ്. അതായത് എന്താണ്? ഉദാഹരണമായിട്ട് DNA-യിലും RNA-യിലും ഒക്കെ ഓർഗാനിസത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ടെക്നോളജിയാണ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ടൂൾ ടു ആഡ് റിമൂവ് ഓർ ആൾട്ടർ സ്പെസിഫിക് DNA. അതായത് ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? DNA എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ ജിനോം എഡിറ്റിങ്ങിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CRISPR Cas9, അതായത് ക്ലസ്റ്റേർഡ് റെഗുലേറ്ററി ഇൻട്രസ്പെക്റ്റഡ് ഷോർട്ട് പാൻഡ്രോമിക് റിപ്പീറ്റേഴ്സ് ആണ്. ഇത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഇറ്റ് യൂസസ് എ ഗൈഡ് RNA, ദാറ്റ് മീൻസ് gRNA, ടു ഡയറക്ട് ദ Cas9 enzyme to the target DNA sequence where it can make double strand break. The calls natural DNA repair mechanisms are used to either disrupt and target gene or insert the desired DNA sequence ആണ്. പിന്നെ വരുന്നതാണ് സിങ്ക് ഫിംഗർ ന്യൂക്ലിയസസ്, ZFNS എന്ന് വിളിക്കുന്നതാണ്. ZFNS are composed of the DNA binding domain, that means zinc finger proteins, and the DNA cleaving domains and focal endonucleases ആണ്. The zinc finger proteins are designed to recognize and bind to a specific DNA sequences, and the fork domain then enclaves the DNA. ZFNS can be engineered to target and edit the specific genome regions ആണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വരുന്ന ന്യൂസാണ് എന്താണ്? സെൻസെക്സ് ടച്ചസ് 8000 മാർക്ക്. എന്താണ് ന്യൂസ് വരാൻ കാരണം? റീസെൻ്റ്ലി ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE സെൻസെക്സ് ഹാസ് ക്രോസ്ഡ് 8000 mark for the first time on the 4th July 2024, a peak of
18,074 during the intraday trades ആണ്. The Sensex has doubled in the last 5 years after taking 12 years climb from the 20,000 to 40,000. ഓക്കെ, ഇതാണ് ന്യൂസ്. ഇനി സെൻസെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് ആണ്. അതായത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ദാറ്റ് ട്രാക്സ് ദ പെർഫോമൻസ് ഓഫ് 30 ലാർജസ്റ്റ് മോസ്റ്റ് ആക്റ്റീവ്ലി ട്രേഡഡ് കമ്പനീസ് ലിസ്റ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 30 കമ്പനികളുടെ ആക്റ്റീവ്ലി ട്രേഡഡ് കമ്പനീസിൻ്റെ ലിസ്റ്റാണ് സെൻസെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 1982 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താ ലോഞ്ച് ചെയ്യുന്നത്? സെൻസെക്സ് ലോഞ്ച് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ അനലിറ്റിക്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ടു ട്രാക്ക് ഇന്ത്യസ് എക്കോണമിക് സൈക്കിൾസ് ആസ് വെൽ ആസ് ദി ഗ്രോത്ത് ആൻഡ് ഡിക്ലൈൻ ഓഫ് സ്പെസിഫിക് സെക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സെൻസെക്സ് എപ്പോഴാണ് റിവാല്യൂറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 2 വട്ടമാണ് റിവാല്യൂറ്റ് ചെയ്യുക. ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലാണ് ഇത് റിവാല്യൂറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി അനദർ സ്റ്റോക്ക് മാർക്കറ്റ് നെയിം ചെയ്തിരിക്കുന്നത്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മൾ നിഫ്റ്റി 50 എന്നാണ് വിളിക്കുക. അതിൽ ടോപ്പ് പെർഫോമിംഗ് ആയ 50 കമ്പനീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1996 എന്ത് ചെയ്യുന്നത്? ഈ നിഫ്റ്റി 50 എന്നുള്ളൊരു ആശയം എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? പിന്നെ വരുന്നൊരു ന്യൂസാണ് എന്ത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റീം പെറ്റ്സ് ആണ്. എന്താണ്? റീസെൻ്റ്ലി ഇന്ത്യ വിറ്റ്നസ്ഡ് അനദർ ട്രാജിക് സ്റ്റീം പെറ്റ്സ് ദാറ്റ് ക്ലൈംബ്ഡ് ഓവർ 1000 ലീവ്സ് ഇൻ ഉത്തർപ്രദേശ് ഹത്രാസ് ഡിസ്ട്രിക്ട്. ഇതാണ് ന്യൂസിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇതേപോലത്തെ ഇൻസിഡൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്താണ്? മാതാ വൈഷ്ണവോ ദേവി ഷ്രൈനാണ് 2022. അതിൽ 12 പേരാണ് എന്ത്? ക്രൗഡ് സർജ് ഡ്യൂറിങ്ങിനെ കുറിച്ച് ഹിന്ദു പിൽഗ്രിമേജ് ഇൻ കാശ്മീരിൽ മരിക്കുന്നത്. പിന്നെ മുംബൈ പെഡസ്ട്രിയൻ ബ്രിഡ്ജാണ് 2017 എന്താണ്? 22 ഡൈഡ് ഇൻ ദ സ്റ്റാമ്പേഡ് ഡ്യൂറിങ് ദ റഷ് ഹവർ. വാരണാസി ബ്രിഡ്ജ് 2016 24 കിൽഡ് ക്രോസിംഗ് എ ക്രൗഡഡ് ബ്രിഡ്ജ് ഫോർ ദ റിലീജിയസ് സെറിമണി. ഗോദാവരി റിവർ 2015 27 ഡെഡ് ഇൻ ദ സ്റ്റാമ്പേഡ് ഡ്യൂറിങ് ദ ഹിന്ദു ബാത്തിങ് ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ രത്നാഗർ ടെമ്പിൾ 2013 എന്താണ്? 115 ഡൈഡ് ഇൻ ദ സ്റ്റാമ്പേഡ് കേസ് ബൈ കൊളാപ്സിംഗ് ബ്രിഡ്ജ്. അലഹബാദ് ട്രെയിൻ സ്റ്റേഷൻ 2013 36 killed due to platform change during the Kumbh Mela. And Jodhpur Temple 2008 168 death in the stampede during the Navaratna festival celebration. Naina Devi Temple 2008 145 killed in the stampede triggered by the rumors of landslides. അതുപോലെ തന്നെ വായ് ടെമ്പിൾ 2005 എന്താണ്? 258 lives lost in the stampedes and subsequent fire ആണ്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി ഇന്ത്യയിലുണ്ടായ സംഭവങ്ങൾ. ചിലപ്പോൾ ഇതിൻ്റെ വർഷം ചോദിക്കുക, എന്നാണ് ഉണ്ടായത്, എത്ര പേര് മരിച്ചതൊന്നും ചോദിക്കില്ല. ഞാൻ നിങ്ങളുടെ ഇൻഫോർമേഷന് വേണ്ടി കൊടുത്തേ ഉള്ളൂ. പക്ഷേ ഇത് ഏത് വർഷമാണ് ഉണ്ടായത്, അത്തരം ചോദ്യങ്ങളൊക്കെ എന്താണ് ചോദിക്കാനുള്ള സാധ്യത എന്താണ് വളരെയധികം എന്താണ് കൂടുതലാണ് എന്നുള്ള. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്നൊരു ന്യൂസാണ് ഇത് ഗിഗ് വർക്കേഴ്സ്. എന്താണ് ഗിഗ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്? റീസെൻ്റ്ലി ദ കർണാടക ബിക്കേം ദ സെക്കൻഡ് സ്റ്റേറ്റ് ആഫ്റ്റർ രാജസ്ഥാൻ ടു കം അപ്പ് വിത്ത് ദ ലെജിസ്ലേഷൻ ഫോർ ഗിഗ് വർക്കേഴ്സ്. ഇതാണിത് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താണ് പറയുന്നത്? ത്രൂ എ ഡ്രാഫ്റ്റ് വേർഷൻ ഓഫ് ലോ കർണാടക പ്ലാറ്റ്ഫോം ബേസ്ഡ് ഗിഗ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ബിൽ, ദ കർണാടക ഗവൺമെൻറ് എയിംസ് ടു റെഗുലേറ്റ് ദ സോഷ്യൽ സെക്യൂരിറ്റി and welfare of platform based gig workers in the state by creating a board, welfare fund and grievances cell among the mechanism. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വരാൻ കാരണം? ന്യൂസ് വരാനുള്ള കാരണം. ഇനി ഗിഗ് വർക്കേഴ്സിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇവരുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ആൻഡ് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 26.6 ലക്ഷം ആളുകളാണ്. ട്രാൻസ്പോർട്ടേഷനിൽ വർക്ക് ചെയ്യുന്ന 13 ലക്ഷം ആളുകൾ, ഫൈനാൻസ് ആൻഡ് ഇൻഷുറൻസിൽ വരുന്ന 6.3 ലക്ഷം ആളുകൾ, മാനുഫാക്ചറിങ് വരുന്ന 6.2 ലക്ഷം, എഡ്യൂക്കേഷനിൽ 1 ലക്ഷം വരെ. ഇതിൽ നീതി ആയോഗ് റിപ്പോർട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്? 45% ഓഫ് മീഡിയം സ്കിൽഡ് ജോബ്സ് ആണ്, 31% എന്ന് പറയുന്നത് ലോ സ്കിൽഡ് ജോബ്സ് ആണ്, 22% എന്ന് പറയുന്നത് എന്താണ്? ഹൈ സ്കിൽഡ് ജോബ്സ് ആണ് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ക്യാബിനറ്റ് കമ്മിറ്റീസ്. എന്താണ് പറയുന്നത്? റീസെൻ്റ്ലി ദ യൂണിയൻ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 8 cabinet committees which the cabinet committee on economic affairs getting 3 new phases and the appointment committee of cabinet and cabinet committee on security remaining unchanged. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്?
പുതിയ ക്യാബിനറ്റ് കമ്മിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചിലത് എക്കോണമിക് അഫയേഴ്സിന്, അതുപോലെ തന്നെ എന്താണ് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിന്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിക്കൊന്നും എന്തില്ല വ്യത്യാസമില്ല. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നിൽക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് പുതിയ ഗവൺമെൻറ്റിൽ എത്ര ക്യാബിനറ്റ് കമ്മിറ്റീസാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ മോഡി 3.0 ഗവൺമെൻറ്റിൽ എത്ര ക്യാബിനറ്റ് കമ്മിറ്റീസാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഏതൊക്കെയാണ് നോക്കി നോക്കാം. ഒന്ന് ഏതാണ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ദ എക്കോണമിക് അഫയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് ഉണ്ട്, ആൻഡ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഉണ്ട്, ആൻഡ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അക്കോമഡേഷൻ. പിന്നെ ഏതായിരുന്നു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ് ഉണ്ട്. ഇതിനെ സൂപ്പർ ക്യാബിനറ്റ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് ആൻഡ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. പിന്നെ വരുന്ന ഏതാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സ്കിൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലൈവ്ലിഹുഡ്. ഓക്കെ, ഇതൊക്കെയാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ. അപ്പോൾ നിലവിൽ എത്ര ക്യാബിനറ്റ് കമ്മിറ്റീസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്യാബിനറ്റ് കമ്മിറ്റീസാണ് നമുക്ക് കാണാൻ പറ്റുക, 8 ക്യാബിനറ്റ് കമ്മിറ്റീസാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ. പിന്നെ വരുന്ന ന്യൂസാണ് എന്താണ്, സമയപുരം ടെമ്പിൾ. എന്താണ്, ദ ഹിന്ദു ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് ഹാസ് റിലീസ്ഡ് എ കോഫി ടേബിൾ ബുക്ക് ടൈറ്റിൽ ദ സമയപുരം ദ സീക്രട്ട് സീറ്റ് ഓഫ് ശക്തി അതോ ബൈ വൃന്ദ രമണൻ, which explores the history of cultural significance of the സമയപുരം ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ഗോഡസ് മറിയാമൻ. ഇതാണ് ന്യൂസ്. നമുക്ക് നോക്കാം. ദ ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്. ഏകദേശം ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, തിരുച്ചിറപ്പള്ളി, തമിഴ്നാടിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഏകദേശം എന്താണ് 1200 വർഷം പഴക്കമുള്ളതാണ് എന്നാണ് പറയുന്നത്. ഗോഡസ് മാരിയമ്മനാണ് ഇവിടെയുള്ള. ബിലീവ്ഡ് ഇൻ ദ ഇൻകാർമിനേഷൻ ഓഫ് ഗോഡസ് ദുർഗ, മഹാകാളി, ആദിശക്തി ആൻഡ് നിശംബ സുതിരി. ഇനി മാരിയമ്മൻ ടെമ്പിൾ എന്ന് പറയുന്നത് നോ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഓഫ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഡേറ്റ്. ഇതിന് കൃത്യമായിട്ട് എന്തില്ല, കൺസ്ട്രക്ഷൻ ഡേറ്റിൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇല്ല. ബട്ട് ഇറ്റ് കൺസിഡർ ദാറ്റ് എക്സൈറ്റഡ് ഡ്യൂറിങ് ദ ചോള പീരീഡ്. പക്ഷേ ചോള പീരീഡിലാണ് ഇത് നിർമ്മിച്ചത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കരുതപ്പെടുന്നുണ്ട്. ദ കറൻറ്റ് ടെമ്പിൾ കോംപ്ലക്സ് വാസ് ബിൽറ്റ് ബൈ വിജയനഗര കിങ് വജ്രായണ ചക്രവർത്തി ഇൻ ദ 18th century. ഇറ്റ് ഈസ് ആൾസോ വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് ടെമ്പിൾ ഓഫ് തമിഴ്നാട്. ഇപ്പോൾ കാണുന്ന കോംപ്ലക്സ് നിർമ്മിച്ചത് 18ാം നൂറ്റാണ്ടിലാണ്. ഇത് നിർമ്മിച്ചത് ആരാണ്, വിജയനഗര ചക്രവർത്തിയായിരുന്നു. വിജയനഗര ചക്രവർത്തിയായ വിജയാലയാണ് നിർമ്മിച്ചത്. നിലവിലെ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് ടെമ്പിൾസിൽ ഒന്നാണിത്. ദ ചിത്രനി ഥ തിരുപ്പുഴ ചാരിയറ്റ് ഫെസ്റ്റിവൽ ഇൻ ദ മന്ത് ഓഫ് ചിത്രൈ ഏപ്രിൽ ഇസ് ദ മേജർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ആനുവലി അറ്റ് ദിസ് ടെമ്പിൾ ഫോർ 30 days സ്റ്റാർട്ടിംഗ് ഓൺ ദ ഫസ്റ്റ് ട്യൂസ്ഡേ ഓഫ് ദി തമിഴ് മന്ത് ഓഫ് ചിത്ര എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. പിന്നെ വരുന്ന ന്യൂസാണ് ഇത്, ദലൈലാമ. എന്താണ് ന്യൂസ്, റീസെൻ്റ്ലി ദ 89th ബർത്ത്ഡേ ഓഫ് ബുദ്ധിസ്റ്റ് സ്പിരിച്വൽ ലീഡർ ദലൈലാമ വാസ് സെലിബ്രേറ്റഡ്. ഇതെന്തായി വരാനുള്ള കാരണം, ന്യൂസായി വരാനുള്ള എന്താണ് റീസൺ, നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്, ദ ദലൈലാമ ബിലോങ്സ് ടു ദി ഗുൽപഗ ട്രഡീഷൻ ഓഫ് ടിബറ്റൻ ബുദ്ധിസം വിച്ച് ഈസ് ദ largest and most influential tradition in Tibet. There have been only 14 Dalai Lamas in the history of Tibetan Buddhism, and the first and second Dalai Lamas were given to the Little Photami. അതുപോലെ തന്നെ 14th ദലൈ ലാമ അഥവാ കറണ്ട് ദലൈ ലാമ എന്ന് പറയുന്ന ആരാണ്, ടെൻസുയൻ ഗേസ്റ്ററാണ്. അതുപോലെ തന്നെ ദലൈ ലാമാസ് ബിലീവ്ഡ് ഇൻ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് അവലോകിതശർമ്മ ഒറിജിനൽ ദ ബോധി സത്ത ഓഫ് കമ്പാഷൻ ആൻഡ് ദ പാട്രൺ സെയിൻറ്റ് ഓഫ് ടിബറ്റ് ആണ്. ആൻഡ് ബോധിസ് ആർ ദ റിയലൈസ്ഡ് ബിലോങ്ങിങ് ഇൻസ്പയർഡ് ബൈ ദ വിഷ് ടു അറ്റൈൻ ദ ബുദ്ധഹുഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ഓൾ സെയിൻറ്റിയൽ ബീയിങ്സ് ഹു ഹാവ് മൂവ്ഡ് ടു ദി റീബോൺ ദ വേൾഡ് ടു ദ ഹെൽപ്പ് ഹ്യൂമാനിറ്റി. ഇതെന്താണ്, അതായത് ബുദ്ധൻ വീണ്ടും ജനിക്കുമെന്നും എന്നിട്ട് എന്ത് ചെയ്യും, ഈ ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് ആര് വിശ്വസിക്കുന്നത്, ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഈ മതത്തിൽപ്പെട്ട ആളുകൾ വിശ്വസിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇത്തരം ആചാരങ്ങളുടെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരം കൺസെപ്റ്റിലാണ് ആര് വിശ്വസിക്കുന്നത്, ഇവർ വിശ്വസിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഇതിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആരെക്കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്, ദലൈ ലാമയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ന്യൂസ്, എന്താണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്, NDRF. എന്താണ്
Recently, floods in the Assam have resulted in over 15 deaths, displacing like 36,000 people. 3,60,000 people. ഇനി നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നിർമ്മിക്കപ്പെട്ടുള്ളത്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിങ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ദ നോഡൽ മിനിസ്ട്രി ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഈസ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ട്രെയിൻഡ് പ്രൊഫഷണൽ യൂണിറ്റ് ദാറ്റ് ആർ കോൾഡ് അപ്പോൺ ഫോർ സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ് ടു ദി ഡിസാസ്റ്റേഴ്സ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് എന്താണ്? യുനെസ്കോ ഡെസിഗ്നേറ്റ്സ് 11 ന്യൂ ബയോസ്ഫിയർ റിസർവ്സ്. നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്? യുനെസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്? 11ഓളം പുതിയ ബയോസ്ഫിയർ റിസർവ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് കിംബെൻ ബെരോക്ക് ട്രാൻസ് ബൗണ്ടറി ബയോസ്ഫിയർ റിസർവ്സ് ആണ്, ബെൽജിയം, കിങ്ഡം ഓഫ് ദ നെതർലാൻഡ്സിൽ. അതുപോലെ തന്നെ ഡാറിയൻ നോർത്ത് ചൊൽക്കോ ബയോസ്ഫിയർ റിസർവ് ആണ്, കൊളംബിയ. അതുപോലെ തന്നെ മാഡ്രിഡെ ലായിസ് ആഗൂസ് ബയോസ്ഫിയർ റിസർവ്, ഡൊമിനിയൻ റിപ്പബ്ലിക്. ആൻഡ് നിമു ബയോസ്ഫിയർ റിസർവ്, ഗാംബിയ. കോളി ഇഗോനി ബയോസ്ഫിയർ റിസർവ്സ്, ഇറ്റലി. ജൂലിയറ്റ് ആൽസ് ട്രാൻസ് ബൗണ്ടറി ബയോസ്ഫിയർ റിസർവ്സ്, ഇറ്റലി, സ്ലൊവേനിയ. ഖുർ അസ് ലേക്ക് ബയോസ്ഫിയർ റിസർവ്, മംഗോളിയ. അപ്പിയോസ് ബയോസ്ഫിയർ റിസർവ്, ഫിലിപ്പൈൻസ്. ചിക്കയോങ് ബയോസ്ഫിയർ റിസർവ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ. വാൾഡ് ആറൻ ബയോസ്ഫിയർ റിസർവ്, സ്പെയിൻ. ഇറാറ്റി ബയോസ്ഫിയർ റിസർവ്, സ്പെയിൻ ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് പ്രിഡിഗി ആൻഡ് അപ്പോഗി. എന്താണ് പറയുന്നത്? റീസെൻ്റ്ലി ഓൺ 5th July 2024 എർത്ത് റീച്ചസ് ദ ഫാറസ്റ്റ് പോയിന്റ് ഇറ്റ്സ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് around the sun called amphibilion. Earth moves around the sun in the elliptical orbit and thus its distance from the sun fluctuates slightly throughout the year. ഇതാണ് ന്യൂസ്. ഓക്കെ, എന്താണ് പിരിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? പോയിന്റ് ഓഫ് മൂൺസ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദാറ്റ് ക്ലോസസ്റ്റ് ടു എർത്ത് ആണ്. ഓക്കെ, ഇതെന്താണ്? ക്ലോസസ്റ്റ് ടു എർത്ത് ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഏത്? പിരിഗ്രി എന്ന് വിളിക്കുന്നത് അല്ലേ? എത്ര മൈൽസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? 2,25,804 മൈൽസാണ്. അപ്പോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാറസ്റ്റ് മൈൽസാണ് എർത്തും ഭൂമിയും തമ്മിലുള്ള, എർത്തും സണ്ണും തമ്മിലുള്ള. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് എത്രയാണ്? ഏകദേശം 2,50,968 മൈൽസാണ് ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ നിന്നുള്ള കേട്ടോ. സണ്ണല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ നിന്നുള്ള. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇത് പിരിഗ്രി അല്ലെങ്കിൽ അപ്പോഗി എന്നുള്ള പേരിൽ വിളിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ചിലപ്പോൾ ഈ മൈൽസ് എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? കറണ്ട് അഫയേഴ്സിൽ നിന്ന് ടഫായ ചോദ്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്ന ന്യൂസാണ് ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 ആണ്. എന്താണ്? റീസെൻ്റ്ലി അറൌണ്ട് 36% ഓഫ് ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇൻസ്പെക്റ്റഡ് ബൈ ദ ഇന്ത്യൻ ഡ്രഗ് റെഗുലേറ്റർ were shut down for non-compliance with the quality standards following risk-based inspectors by the Central Drug Standards Control Organization CDSCO since December 2002. ഇതെന്തായി വരാനുള്ള കാരണം? ഒരു ന്യൂസായിട്ട് എന്താണ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം എന്താണ് ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 എന്ന് പറയുന്നത്. ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് 1940 ആൻഡ് റൂൾസ് 1945 ഹാവ് entrusted various responsibilities to central state regulators for the regulation of drugs and cosmetics ആണ്. It provides the regulatory guidelines for issuing license to the manufacturing ആയുർവേദിക്, സിദ്ധ, യുനാനി മെഡിസിൻസ് ഒക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ നിർമ്മിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ചിലപ്പോൾ ചോദിക്കാം ഏതൊക്കെ മെഡിസിൻസ് ആണ് ഈ നിയമത്തിൻ്റെ അണ്ടറിൽ നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പറയുന്നത്? ഉദാഹരണമായിട്ട് ആയുർവേദിക് ഉണ്ട്, സിദ്ധ ഉണ്ട്, യുനാനി തുടങ്ങിയവയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഈ നിയമത്തിൻ്റെ അണ്ടറിൽ എന്താണ് നിർമ്മിക്കാൻ ലൈസൻസ് കൊടുത്തിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ വരുന്നതാണ് ഇത് ക്രൈറ്റീരിയ ഫോർ ക്ലാസിക് ലാംഗ്വേജ്. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ടു മോഡിഫൈ ദ ക്രൈറ്റീരിയ ഫോർ ഗ്രാൻഡിങ് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഫോളോയിങ് ദ റെക്കമെൻഡേഷൻ ഫ്രം ദ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് കമ്മിറ്റി ദ യൂണിയൻ കൾച്ചറൽ മിനിസ്ട്രി. ഇതാണ് വരാനുള്ള കാരണം.
എന്തൊക്കെയാണ് ഇതിനുള്ള ക്രൈറ്റീരിയ എന്ന് വിളിക്കുന്നത്? ഒന്ന് ഹൈ ആൻഡ് ക്വാളിറ്റി ഏർലി ടെക്സ്റ്റ് റെക്കോർഡഡ് ഹിസ്റ്ററി സ്പാനിങ് 1500 to 2000 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ പൊസഷൻ ഓൺ എ ബോഡി ആൻഷ്യൻ്റ് ലിറ്ററേച്ചർ ടെക്സ്റ്റ് കൺസിഡേർഡ് വാല്യുബിൾ ഹെറിറ്റേജ് ബൈ ജനറേഷൻസ് ആണ്. ആൻഡ് പ്രസൻസ് ഓഫ് എൻ ഒറിജിനൽ ലിറ്ററസി ട്രഡീഷൻ നോട്ട് ബോറോഡ് ഫ്രം അനദർ സ്പീച്ച് കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ എന്താണ്? ദ ക്ലാസിക്കൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബീയിങ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ മോഡേൺ. There can also be the discontinuity between the classical language and its later forms of offshoots ആണ്. നിലവിൽ 6 ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് നമുക്കുള്ളത്. ഒന്ന് എന്ന് വിളിക്കുന്നത് തമിഴാണ്. ഇത് എന്നാണ് വരുന്നത്? 2004. പിന്നെ സാൻസ്ക്രിറ്റ് ആണ് 2005, തെലുങ്കു 2008, കന്നഡ 2008, മലയാളം 2013, ഒഡിയ 2014. ഇങ്ങനെ 6 ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് നിലവിൽ നമുക്കുള്ളതായി കാണാൻ പറ്റുക. അത് യഥാക്രമം ആദ്യം നിലവിൽ വന്ന ഏതാണ്? തമിഴ്, പിന്നെ സാൻസ്ക്രിറ്റ്, പിന്നെ ഏതാണ്? തെലുങ്കു, കന്നഡ, മലയാളം, ഒഡിയ. ഇതേ ഓർഡറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? പിന്നെ വരുന്ന ന്യൂസാണിത്. ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് ന്യൂസ്. എന്താണ്? ദ പ്രൈം മിനിസ്റ്റർ റീസെൻ്റ്ലി പെയ്ഡ് ട്രൈബ്യൂട്ട് ടു ദ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഓൺ ഹിസ് ബർത്ത് ആനിവേഴ്സറി. ഇതാണ് ഇതവിടെ വരാനുള്ള കാരണം. കറണ്ട് അഫെയർ ആയിട്ട് എന്താണ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ശ്യാമപ്രസാദ് മുഖർജി വാസ് ബോൺ എ ബംഗാളി ബ്രാഹ്മൺ ഫാമിലി ഓൺ 6th July 1901 ഇൻ കൽക്കട്ട. ഓക്കെ, ജൂലൈ 6 ഒരു ബംഗാളി ബ്രാഹ്മൺ ഫാമിലിയിൽ കൽക്കട്ടയിലാണ് ആര് ജനിക്കുന്നത്? ശ്യാമപ്രസാദ് മുഖർജി എന്ത് ചെയ്യുന്നു? ജനിക്കുന്ന 1991. അദ്ദേഹം ഒരു എന്തായിരുന്നു? ഇന്ത്യൻ പൊളിറ്റീഷ്യനായിരുന്നു, ബാരിസ്റ്ററായിരുന്നു ആൻഡ് അക്കാഡമിഷ്യനായിരുന്നു. കൂടാതെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈ പ്രൈം മിനിസ്റ്റേഴ്സ് ജവഹർലാൽ നെഹ്റു ക്യാബിനറ്റിൽ എന്തായിരുന്നു? ഇൻഡസ്ട്രി ആൻഡ് സപ്ലൈയുടെ മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് സ്റ്റാർട്ട് ചെയ്തു? ബാങ്ക് വാനി, എ ബംഗാളി ജേണലാണ് 1922 എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണലിസ്റ്റ് എന്താണ്? 1940. അതുപോലെ തന്നെ 33-ാമത്തെ വയസ്സിൽ ശ്യാമപ്രസാദ് മുഖർജി എന്തായിട്ടുണ്ട്? യങ്ങസ്റ്റ് വൈസ് ചാൻസലർ ഓഫ് കൽക്കട്ട യൂണിവേഴ്സിറ്റി ഇൻ 1934. അതുപോലെ തന്നെ ഹി ഡിമാൻഡഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1946 ടു പ്രിവെൻറ്റ് ദ ഇൻക്ലൂഷൻ ഓഫ് ഇറ്റ്സ് ഹിന്ദു മെജോറിറ്റി ഏരിയാസ് എ മുസ്ലിം ഡൊമിനേറ്റഡ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ളതൊക്കെ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇദ്ദേഹം ബന്ധപ്പെട്ട് കിടക്കുന്ന അത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഹി ആൾസോ ഓപ്പോസ്ഡ് ഫെയിൽ ബിഡ് ഓഫ് യുണൈറ്റഡ് ഇൻഡിപെൻഡൻറ്റ് ബംഗാൾ മേഡ് ഇൻ 1947 ബൈ ശരത് ബോസ്, ബ്രദർ ഓഫ് സുഭാഷ് ചന്ദ്ര ബോസ്, ആൻഡ് ഹ്യൂസ്നിയാൻ ഷഹദ് ഷെർവാഡി, എ ബംഗാളി മുസ്ലിം പൊളിറ്റീഷ്യൻ. അതുപോലെ തന്നെ എന്താണ്? എന്ത് ചെയ്തു? ഭാരതീയ ജനസംഘ് എന്ത് ചെയ്തു? ഇദ്ദേഹം രൂപീകരിച്ചു. അതുപോലെ തന്നെ എന്താണ്? ഇത് നിലവിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പേരിലാണ്. ഇത് ഇദ്ദേഹം മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസസിലാണ് എന്ത് ചെയ്യുന്നത്? മരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഉദാഹരണമായിട്ട് 1953 വൈൽ പ്രൊട്ടസ്റ്റിംഗ് എഗെയിൻസ്റ്റ് ദ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഗിവൻ ടു കാശ്മീർ. ഈ സമയത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഒരു മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസസ് ആയിരുന്നു. പിന്നെ വരുന്നതാണ് നെക്സ്റ്റ് ന്യൂസ്. എന്താണ്? ഡോക്ടർ ഗംഗാധർ ആസ് NMC ചെയർപേഴ്സൺ ആണ് ന്യൂസ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് സൈറ്റിംഗ് ചെയർപേഴ്സൺ ഓഫ് BN Gangadhar as the head of the National Medical Commission NMC while appointing Dr. Sanjay Bahri as the president of Medical Assessment and Rating Board ആണ്. ക്ലിയർ? ഇനി NMC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പാർലമെൻറ്റ് പാസ്സാക്കിയ ഏതിൻ്റെ അണ്ടറിലാണ്? നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് 2019 അണ്ടറിലാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഏതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ദ റിഫോംസ് ടു ദ overhaul the medical education sector, specifically targeting the replacement of MCI which has been plagued by corruption and other issues. The NMC act as India's top regulator of medical education practice ആണ്. അതുപോലെ തന്നെ 4 സെപ്പറേറ്റ് ഓട്ടോണമസ് ബോർഡ്സ് ആണുള്ളത്. ഉദാഹരണമായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ അസസ്മെൻറ്റ് ആൻഡ് റേഷനിങ്, എത്തിക്സ് ആൻഡ് മെഡിക്കൽ രജിസ്ട്രേഷൻ. ഇങ്ങനെ 4 തരത്തിലുള്ള ഓട്ടോണമസ് ബോർഡ്സ് ആണ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതായിട്ട്? ഇതിൻ്റെ അണ്ടറിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ്. എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നത്? റീസെൻ്റ്ലി ദ യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അഡ്രസ്ഡ് ദ ശങ്കർ സി സമൃദ്ധി
പ്രോസ്പിരിറ്റി ത്രൂ ദ കോർപ്പറേഷൻ പ്രോഗ്രാം ഓർഗനൈസ് ദ ഒക്കേഷൻ ഓഫ് ദി 102 ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഗുജറാത്ത്. ഇതാണ് ന്യൂസ്. ഇനി ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ് എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6th ജൂലൈയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2024 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ്സ് ബിൽഡിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ ആണ്. അതുപോലെ തന്നെ ദ തീം അലൈൻസ് വിത്ത് വെൽ ദ ഒബ്ജക്റ്റീവ് ടു ദി അപ്കമിംഗ് UN സബ്മിറ്റ് ദ ഫ്യൂച്ചർ ഓഫ് ഹൂസ് തീം ഈസ് മൾട്ടിലാറ്ററൽ സൊല്യൂഷൻസ് ഫോർ ദ ബെറ്റർ ടുമോറോ ആണ്. 2023 എന്ത് ചെയ്യുന്നു? UN സെക്രട്ടറി ജനറൽ റിപ്പോർട്ട് ഓൺ കോപ്പറേറ്റീവ്സ് ഇൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അക്നോളജ്ഡ് ദാറ്റ് കോപ്പറേറ്റീവ്സ് ഹാവ് എ track record of promoting the economic and the social development of all people including marginalized groups എന്നുള്ളതാണ്. This day will build the momentum towards the 2025 International Year of Cooperatives എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് UN റിപ്പോർട്ട് ഓൺ മെറ്റേണൽ ഡെത്ത്. എന്താണ്? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് asked the central government to frame a model policy on menstrual leave for female employees. ഇതാണ് ന്യൂസ്. എന്താണ് UN റിപ്പോർട്ട് ഓൺ മെറ്റേണൽ ഡെത്ത്? UN report India had more than 17% of global maternal death in 2020. The highest shares among the countries എന്ന് പറയുന്ന ആരൊക്കെയാണ്? മെജോറിറ്റി ഓഫ് മെറ്റേണൽ ഡെത്ത്, സ്റ്റിൽ ബർത്ത് ആൻഡ് ദ ന്യൂ ബോൺ ഡെത്ത് ആണ്. ഇറ്റ് സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോക്കസിങ് ഓൺ maternal health care to reach the sustainable development goals for the better maternal and child health outcomes and health care access ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗവൺമെൻറ് മെൻസ്ട്രൽ ഹൈജീനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മെൻസ്ട്രൽ ഹൈജീൻ സ്കീം ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ ക്ലിനിയം, സബ്ല പ്രോഗ്രാം ഓഫ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സ്വച്ഛ് ഭാരത് മിഷൻ ആൻഡ് സ്വച്ഛ് ഭാരത് സ്വച്ഛ് വിദ്യാലയ്, ഗൈഡ് ലൈൻസ് ഫോർ ജെൻഡർ ഇഷ്യൂസ് ആൻഡ് സാനിറ്റൈസേഷൻ, ദ നാഷണൽ ഗൈഡ് ലൈൻസ് ഓൺ മെൻസ്ട്രൽ ഹൈജീൻ മാനേജ്മെൻറ്റ്, സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് മെൻസ്ട്രൽ ഹൈജീൻ എമംഗ് അഡോളസെൻറ്റ് ഗേൾസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 10 to 19 years സപ്പോർട്ടഡ് ബൈ ദി നാഷണൽ ഹെൽത്ത് മിഷൻ എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് പ്രോപ്പർട്ടീസ് ഓഫ് മൈക്രോ ഡ്രോപ്ലെറ്റ്സ്. എന്താണ്? റീസെൻ്റ്ലി എ സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ ദ ജേർണൽ സയൻറ്റിസ്റ്റ് ഹാസ് റിവീൽഡ് ദാറ്റ് മൈക്രോ ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ പോസസ് ദ എബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ദ മിനറൽസ് ഇൻ ടു നാനോ പാർട്ടിക്കിൾസ്. ഇതാണ് ന്യൂസ്. ഇനി എന്താണ് പ്രോപ്പർട്ടി ഓഫ് മൈക്രോ ഡ്രോപ്ലെറ്റ്സ് എന്ന് വിളിക്കുന്നത്? വാട്ടർ മൈക്രോ ഡ്രോപ്ലെറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി സ്മോളർ ദാൻ ടൈപ്പിക്കൽ റെയിൻ ഡ്രോപ്സ് ബീയിങ് ജസ്റ്റ് എ 1000 the size of raindrop ആണ്. അതുപോലെ തന്നെ these micro droplets exhibit more eagerness to participate in the chemical reactions compressed to bulk water due to the density packed in nature. അതുപോലെ തന്നെ micro droplets can engage in the chemical reactions such as faster up to the million times quicker than the bulk water ആണ്. അതുപോലെ തന്നെ excellent carriers of electric charge എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ വരുന്നതാണ് ഇത് ഹൈ സീസ് ട്രീറ്റി. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു എൻഡോസ് ആൻഡ് അപ്രൂവ് ദ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെൻറ്റ്, ഓൾസോ കോൾഡ് ഹൈ സീസ് ട്രീറ്റി. ഇതാണ് UN ഹൈ സീസ് ട്രീറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് ഹൈ സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓൾ സോൾട്ട് വാട്ടർ ബോഡീസ് അക്രോസ് എർത്ത് ദാറ്റ് ആർ ഇൻ പാർട്ട് ഓഫ് ടെറിട്ടറിയൽ സീ ഇൻറ്റേർണൽ വാട്ടർ സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് അപ്ഡേറ്റഡ് ഫ്രെയിംവർക്ക് ടു പ്രൊട്ടക്ട് മറൈൻ ലൈഫ് ആൻഡ് ദ ഹൈ സീസ് ഈസ് അബൌട്ട് 20 years old. അതുപോലെ തന്നെ ഓൺലി 1.2% ഓഫ് ഹൈ സീസ് ആർ കറൻ്റ്ലി പ്രൊട്ടക്റ്റഡ്. അതുപോലെ തന്നെ 10% ഓഫ് ഗ്ലോബൽ മറൈൻ സ്പേസസ് അറ്റ് റിസ്ക് ആൻഡ് എക്സ്റ്റൻഷൻ. ഹൈ എക്സ്പ്ലോയിറ്റേഷൻ ഡ്യൂ ടു കൊമേഴ്ഷ്യൽ ഫിഷിംഗ്, മൈനിങ് ആൻഡ് ആക്സിഡൻ്റൽ പൊല്യൂഷനാണ്. 1982 എന്ത് ചെയ്യുന്നത്? ഇത്തരമൊരു ഓഷ്യൻ പ്രൊട്ടക്റ്റിൽ UNCLOS സൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രിയേറ്റ് എ ന്യൂ ബോഡി, മാനേജ് കൺസർവേഷൻ ഓഫ് ഓഷ്യൻ ലൈഫ് ആൻഡ് എസ്റ്റാബ്ലിഷ് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. എക്സാമ്പിൾ ഗ്രൗണ്ട് റൂൾസ് കണ്ടക്ടിങ് EIA കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. EU, US, UK, ചൈനയൊക്കെയാണ് ഇതിൻ്റെ ബ്രോക്കറിങ് ദ ഡീൽ എന്ന് വിളിക്കുന്നത്. സിഗ്നിഫിക്കൻസ് എന്താണ്? 30x30 ടാർഗറ്റ് അറ്റ് ദ UN CBD COP15 ആണ്. ലീഗൽ പ്രൊട്ടക്ഷൻ 2/3 ഓഫ് ദ ഓഷ്യൻസ് ആണ്. കോംപ്രഹെൻസീവ് പ്രൊട്ടക്ഷൻ, എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ഹാബിറ്റ്സ് ഓൺ
More than 40% of Earth's surface ആണ്. How fairly share marine genetic resources MGR individual profit among the developed nations ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ് ക്ലിയർ. നെക്സ്റ്റ് ഒന്നാണ് ഇന്ത്യാസ് ഇനീഷ്യേറ്റീവ് ടു പ്രൊമോട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. എന്താണ്? റീസെൻ്റ്ലി ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് പബ്ലിഷ്ഡ് ദ 5th milestone report on progress towards global trans fat elimination covering the period of 2018 to 2023 ആണ്. ഇതിൽ ഇന്ത്യയുടെ കീ ഇനീഷ്യേറ്റീവ് എന്തൊക്കെയാണ്? ഹെൽത്ത് സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്യാൻ ഖേലോ ഇന്ത്യ സ്കീം ഓഫ് അസിസ്റ്റൻസ് ടു നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ, ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഫിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ക്ലിയർ. പിന്നെ വരുന്നതാണ് ഇത് പ്രൊജക്റ്റ് ടൈഗർ. എന്താണ്? റീസെൻ്റ്ലി ദ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCA ഹാസ് argued that Wildlife Department to develop the comprehensive timeline and action plan for the relocation of the villages situated within the core tiger habitats ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്നതാണ് ഒരു വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇനീഷ്യേറ്റീവാണ്. ഇന്ത്യ 1973 ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൊജക്റ്റ് ടൈഗർ ടു എൻഷുർ ദ സർവൈവൽ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദി ടൈഗർ പോപ്പുലേഷൻ ഇൻ ദ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ബൈ ക്രിയേറ്റിംഗ് ഡെഡിക്കേറ്റഡ് ടൈഗർ റിസർവ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ്? 9 റിസർവ്സിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ബൈ 2020 ഇറ്റ് ഹാഡ് ഗ്രോൺ ടു 55 റിസർവ്സ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും. ഏകദേശം ഇന്ത്യൻ ലാൻഡിൻ്റെ 2.38%. അതുപോലെ അൺറബിൾ പ്ലഗ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടൈഗർ സെൻസ് നടക്കുന്നത് 1972 ഇതാണ് പിന്നീട് ഇതിന് കാരണമായി മാറുന്നത്. ഓക്കെ, ഇത്തരമൊരു പ്രൊജക്റ്റിന് എന്ത് ചെയ്യുന്നത്? കാരണമായി മാറുന്നതായി കാണാൻ പറ്റുക. നെക്സ്റ്റ് വണ്ണാണ് ഇത് വേൾഡ് പോപ്പുലേഷൻ ഡേ 2024. എന്താണ്? വേൾഡ് പോപ്പുലേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 11th July every year to raise awareness about the global population issues and the importance of reproductive health and rights ആണ്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ യുണൈറ്റഡ് നാഷൻസ് 1989 ആണ്. ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ ആണ്. 2011 ദ ഗ്ലോബൽ പോപ്പുലേഷൻ റീച്ചഡ് എത്രയായിരുന്നു? 7 ബില്യൺ മാർക്കായിരുന്നു. ഏകദേശം 7.9 ബില്യൺ 2021 എന്ത് ചെയ്യുന്നത്? എക്സ്പെക്റ്റ് ചെയ്തത്. പിന്നീട് അത് എന്ത് ചെയ്തു? 8.5 ബില്യണായി 2030 9.7 ബില്യണായി 2015 10.9 ബില്യണായി 2100 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു UN's വേൾഡ് പോപ്പുലേഷൻ ഡാഷ്ബോർഡ്, India's population 2024 stands at slightly to 1.428 billion ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ലാസ്റ്റ് വണ്ണാണ് ഇത് എംപ്ലോയ്മെൻറ്റ് റേറ്റ് റൈസസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ഫൈനാൻഷ്യൽ ഇയർ 2024. എന്താണ്? റീസെൻ്റ്ലി ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡാറ്റ റിവീൽഡ് എ സിഗ്നിഫിക്കൻറ്റ് റൈസ് ഇൻ ദ ഇന്ത്യാസ് എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഗ്രോയിങ് ബൈ 6% ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ 2024 ഫ്രം 3.2% in financial 2023, reflecting positive trends in the labor market. And the National Sample Survey Office NSSO launched PLUS in the April 2017 to estimate employment and unemployment indicators in the urban areas within a short time interval. It also aims to estimate these indicators in both rural and urban areas എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഇൻഡിക്കേറ്ററും ഡെഫിനിഷനും എന്താ വെച്ച് കഴിഞ്ഞാൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസ് ഇൻ ദ ലേബർ ഫോഴ്സ് വർക്കിംഗ് ഓർ സീക്കിംഗ് അവൈലബിൾ ഫോർ വർക്ക് ഇൻ ദ പോപ്പുലേഷൻ ആണ്. വർക്ക് പോപ്പുലേഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ഇൻ ദ പോപ്പുലേഷൻ ആണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് വിളിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസ് അൺഎംപ്ലോയിഡ് അമംഗ് ദ പേഴ്സൺസ് ഇൻ ദ ലേബർ ഫോഴ്സ് ആണ്. ആക്റ്റീവ്ലി സ്റ്റാറ്റസ് യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത് ഡിറ്റർമൈനിങ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് pursued by the person during the last 365 days preceding the date of survey ആണ്. ആക്ടിവിറ്റി സ്റ്റാറ്റസ് കറൻ്റ്ലി വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റി പർസ്യൂഡ് ബൈ ദി പേഴ്സൺസ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 7 days പ്രിസൈഡിങ് ദ ഡേറ്റ് ഓഫ് ദി സർവേ ആണ് എന്നുള്ളതാണ് ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൽ നോക്കാനുള്ളത്. താങ്ക് യു.